അയ്യോ, ഇത് വല്ലാത്ത കഷ്ടമാണല്ലോ. ഏയ്, ഒന്നും സംഭവിക്കില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അവനെ ഈ കാട് ഭരിക്കാൻ തുടങ്ങിയാൽ അതെനിക്ക് നാണക്കേടുണ്ടാക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്താ പറ്റിയേ? പുതിയ അസുഖം വല്ലതാണോ? നിനക്ക് ഇത്ര ധൈര്യോ? ഒരു ഷേറിനോട് മുയൽ ഇങ്ങനെ സംസാരിക്കുന്നുവോ? അയ്യോ, നിങ്ങള് ഷേരല്ല, നിങ്ങൾ മുയലാണ്. വിഡ്ഢി മുയലേ, ഞാനൊരു ഷേറാണ്. ഞാൻ ഈ കാടിനെ രക്ഷിക്കാൻ പോവുകയാണ്. ഒരു കാട്ടിൽ മറവിക്കാരനായ മിങ്കു മുയൽ ഭാര്യ ചിങ്കിയുടെ കൂടെ താമസിക്കുകയായിരുന്നു. ഒരു ദിവസം വീട്ടിൽ സുഖമായി ഉറങ്ങുകയായിരുന്നു. അപ്പോ ചിങ്കി വന്ന് എണീപ്പിക്കാൻ നോക്കി. അതേനേ, ഒന്ന് എഴുന്നേക്ക് പെട്ടെന്ന്, കുറച്ച് അർജന്റാണ്. ഓ, രാവിലെ തന്നെ എഴുന്നേൽപ്പിച്ചു. ദൈവം നിന്നെ പോലെ ഒരു സഹോദരി ആർക്കും കൊടുക്കരുത്. സഹോദരനെ ഉറങ്ങാൻ നീ ഒരിക്കലും സമ്മതിക്കത്തില്ല. എന്റെ ദൈവമേ, ഞാൻ സഹോദരി ഒന്നും അല്ല, നിങ്ങളുടെ ഭാര്യയാ. ദൈവമേ, ഇതുപോലത്തെ ഭർത്താവിനെ ആർക്കും കൊടുക്കല്ലേ. നിങ്ങളുടെ ഒരു മറവി സ്വന്തം ഭാര്യനെ പെങ്ങളായി കാണുവോ? നീ എന്നോട് ക്ഷമിക്കേ. അല്ല, എന്താ പറയാൻ വന്നത്? ഒന്ന് പുറത്തേക്ക് വരുമോ? ഒന്ന് പോയി നോക്കാം നമുക്ക്. രണ്ടുപേരും പുറത്തിറങ്ങി. ടീനു കിളി ഭയങ്കര നിലവിളിച്ച് കരയുന്നു. എന്തു പറ്റി ടീനു കിളി? നിനക്ക് വല്ല വിഷമമുണ്ടോ? എന്റെ മുതുകില് ഭയങ്കരമായിട്ട് വേദനിക്കുന്നു. മുട്ടയിടാൻ സമയമായെന്ന് തോന്നുന്നു. പെട്ടെന്ന് പോയി അദ്ദേഹത്തെ വിളിച്ചോണ്ട് വരാമോ? കുറച്ചു ദിവസമായിട്ട് സോനു പ്രാവിന്റെ വീട്ടില് താമസിച്ചേക്കോ അങ്ങേര്. ശരി, ഞാൻ പൊയ്ക്കോളാം. മിങ്കു മുയൽ അവിടെ ഓടി. കുറെ ദൂരം ഓടിക്കഴിഞ്ഞപ്പോഴേക്കും സോനു പ്രാവിന്റെ അടുത്തെത്തി. അവിടെ ടീനുവിന്റെ ഭർത്താവ് റിങ്കു ഉണ്ടായിരുന്നു. അല്ല റിങ്കു പക്ഷി, വേഗം എന്റെ കൂടെ വരൂ. അല്ല, എന്താ കാര്യം? എന്തിനെങ്ങനെ ഓടിക്കിതച്ച് വരുന്നത്? മിങ്കു മുയല് മറന്നുപോയി എന്താ പറയാൻ വന്നേന്ന്. എന്നിട്ട് പറഞ്ഞു, നിന്റെ ഭാര്യ ടീനി പക്ഷി ഇന്ന് രാവിലെ മരിച്ചിരിക്കുന്നു. നീ വേഗം എന്റെ കൂടെ വരൂ. എന്ത്? എന്റെ ടീനി പക്ഷി മരിച്ചിരിക്കുന്നോ? ഇതും പറഞ്ഞിട്ട് പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. ഞാൻ അവളെ വളരെ നല്ല രീതിയിൽ സംരക്ഷിക്കുമായിരുന്നു, പിന്നെ അവളെ എങ്ങനെ മരിച്ചു? അതെ, ഇനി ബാക്കി അവളുടെ കൂടെ ഇരുന്ന് കരയാം. പെട്ടെന്ന് എന്റെ കൂടെ വരൂ. മിങ്കു മുയലിന്റെ കൂടെ സോനു പ്രാവും റിങ്കുവും കൂടെ പോയി. എന്നിട്ട് ടീനുവിന്റെ അടുത്ത് എത്തി. അവിടെ ചെന്നപ്പോ കാണുന്നത് ടീനുവിന്റെ അടുത്തൊരു മുട്ടയും കൂടെ ഉണ്ട്. എന്റെ പ്രിയപ്പെട്ട ടീനു പക്ഷി, നീ മരിച്ചു കഴിഞ്ഞതിന് ശേഷവും ഞാൻ നിന്നെ തന്നെ കണ്ടുകൊണ്ടിരിക്കുക. ഇനി നീയില്ലാതെ ഞാൻ ഈ ജീവിതം എങ്ങനെ ജീവിച്ചു തീർക്കും? നിങ്ങൾക്ക് എന്താ വട്ടായ മനുഷ്യ? ഞാൻ ചത്തിട്ടൊന്നുമില്ല, ഞാൻ ജീവനോടെ തന്നെ ഉണ്ട്. പക്ഷേ ഈ മിങ്കുമോയിൽ എന്നോട് പറഞ്ഞത് നീ മരിച്ചു പോയെന്നാണ്. അയ്യോ, ഇങ്ങേരുടെ മറവി. ഇങ്ങേരോട് ഞാൻ ആദ്യമേ പറഞ്ഞതാ ടീനു കിളി മുട്ടയിടാൻ പോവാന്ന്, റിങ്കു ചേട്ടനെ വിളിച്ചോണ്ട് വരാൻ. പക്ഷെ ഇദ്ദേഹം നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞത് ടീനു മരിച്ചെന്ന്. മിങ്കുമോയിലേ, ഞാൻ നിന്നെ വെറുതെ വിടില്ലടാ. സോനു പ്രാവും റിങ്കുവും കൂടെ ചേർന്ന് മിങ്കു മുയലിനെ അടിക്കാൻ തുടങ്ങി. അതെ അതെ, എന്നെ വെറുതെ വിട്. നന്മ ചെയ്യുന്നവനൊരു വിലയുമില്ലേ? നിങ്ങളുടെ ഈ ഒരു കാര്യം കാരണം എനിക്ക് മടുത്തു. നിങ്ങൾ ശരിക്കും ഉപേക്ഷിച്ച് എവിടെയെങ്കിലും പോവാനാ എനിക്ക് തോന്നുന്നേ. അല്ല, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? മക്കളോട് ദേഷ്യമുണ്ടെന്ന് വെച്ച് ഏതെങ്കിലും അമ്മ മക്കളെ ഉപേക്ഷിച്ചു പോവോ? ഇത് കേട്ടതോടെ ചിങ്കി മുയലിന് ഒന്നുകൂടെ ദേഷ്യം വന്നു. ഇവിടെ പൊട്ട മനുഷ്യ, ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്, അമ്മയൊന്നും അല്ല. അടുത്തുള്ള കാട്ടിൽ ഗോൾഡി ഷെയർ ഉപദേശകനായ കുറുക്കന്റെ അടുത്ത് സംസാരിക്കുകയായിരുന്നു. എന്റെ സഹോദരൻ ഷേർ സിംഗ് തന്റെ ആധിപത്യം സ്ഥാപിക്കാൻ ഗ്രീൻലാൻഡ് വനത്തിൽ കുറച്ചു നാൾ മുമ്പേ പോയിരുന്നു. ഇപ്പോഴവൻ അവിടെ ഒരു രാജാവായി മാറിയിട്ടുണ്ടാവും. അങ്ങനെയൊന്നും നടന്നിട്ടില്ല സഹോദര. മുമ്പിൽ നിന്ന് ശബ്ദം വന്നപ്പോൾ നോക്കി. ഷേർ സിംഗ് ഭയങ്കര പ്രശ്നത്തോടെ അവന്റെ മുമ്പിൽ വരികയായിരുന്നു. അല്ല, നിനക്കെന്തു പറ്റി? നീ കാട്ടിലേക്ക് ഭരിക്കാൻ പോയതല്ലേ, എന്താ പിന്നെ പെട്ടെന്ന് തിരിച്ചു വന്നത്? സഹോദര, എന്തു പറയാനാ, ആ കാട്ടിലൊരു തടിച്ച പപ്പായുണ്ട്, പിന്നെ ഒരു മാന്ത്രിക മുയലും. എന്താ പറഞ്ഞേ? മാന്ത്രിക മുയലോ? ഒരു മുയലാണ്. എന്നാൽ അവൻ്റെ മന്ത്രവിദ്യ വളരെ അതിശയമാണ്. ഞാൻ അവനെ ആക്രമിച്ചു. അപ്പോഴവൻ മാഞ്ഞുപോയി. എല്ലാവരും നോക്കി നിൽക്കേ മറഞ്ഞുപോയി. പിന്നെ അവിടെയുള്ള മൃഗങ്ങൾ പേടിക്കാൻ തുടങ്ങിയപ്പോൾ അവരത് നിർത്തി. പിന്നെ അതതിൻ്റെ മാന്ത്രിക വിദ്യയിൽ എന്നെ വല്ലാതെ മർദ്ദിച്ചു. ഞാൻ ബോധരഹിതനായി.
നീ സിംഹങ്ങൾക്ക് തന്നെ നാണക്കേടുണ്ടാക്കി. ഇനി ഞാൻ നിനക്ക് കാണിച്ചു തരാം ഒരു കാടെങ്ങനെയാണ് പിടിച്ചടക്കുന്നത് എന്ന്. നോക്കിക്കോ, എൻ്റെ ഗർജനത്തിൽ വനം മുഴുവൻ കോരിത്തരിക്കുന്നത് എങ്ങനെയാണെന്ന്. ഗോൾഡി ഷെയർ ഉപദേശകനായ കുറുക്കന്റെ കൂടെ അവിടെ നിന്ന് പുറപ്പെട്ടു. എന്നിട്ട് ബ്ലൂ ലാൻഡ് കാട്ടിലെത്തി. അവന്റെ ശബ്ദം കേട്ട് എല്ലാ മൃഗങ്ങളും പേടിച്ചുപോയി. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണം. ഇനി ഞാനാണ് നിങ്ങളുടെ രാജാവ്. എല്ലാവരും നിശബ്ദമായി എന്നെ രാജാവായി അംഗീകരിക്കുക, അല്ലെങ്കിൽ എല്ലാത്തിനെയും ഞാൻ തീർത്തു കളയും. കാട്ടില് മുഴുവനും എല്ലാ മൃഗങ്ങളും പേടിച്ചു. എല്ലാ മൃഗങ്ങളും അവന്റെ അടുത്ത് കാട്ടിൽ നിന്നും പോവാനായിട്ട് കെഞ്ചി. ഇതെല്ലാം കണ്ടപ്പോ ഗോൾഡി ഷെയറിന് വീണ്ടും ധൈര്യം കൂടി. സോനു പ്രാവ് മിങ്കു മുയലിന്റെ അടുത്തോട്ട് വന്നു. വളരെ അത്ഭുതമായിരുന്നു. നമ്മുടെ വനത്തെ ഗോൾഡി സിംഹം ആക്രമിച്ചിരിക്കുന്നു. ഇനി അവനെ നമ്മൾ രാജാവായി അംഗീകരിക്കണം. അയ്യോ, ഇത് വല്ലാത്ത കഷ്ടമാണല്ലോ. ഏയ്, ഒന്നും സംഭവിക്കില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അവനെ ഈ കാട് ഭരിക്കാൻ തുടങ്ങിയാൽ അതെനിക്ക് നാണക്കേടുണ്ടാക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്താ പറ്റിയേ? പുതിയ അസുഖം വല്ലതാണോ? നിനക്ക് ഇത്ര ധൈര്യോ? ഒരു ഷേറിനോട് മുയൽ ഇങ്ങനെ സംസാരിക്കുന്നുവോ? അയ്യോ, നിങ്ങള് ഷെയറല്ല, നിങ്ങൾ മുയലാണ്. വിഡ്ഢി മുയലേ, ഞാനൊരു ഷേറാണ്. ഞാൻ ഈ കാടിനെ രക്ഷിക്കാൻ പോവുകയാണ്. മുയല് മറന്നുപോയി അവൻ മുയലാണെന്ന്. താൻ ഷെയറാണെന്നുള്ള ഹംഭാവത്തിൽ ഗോൾഡി ഷെയറിന്റെ മുമ്പിൽ പോയി നിന്നു. ഗോൾഡി ഷെയറിന്റെ മുമ്പിലുള്ള ആ നിൽപ്പ് കണ്ട് എല്ലാ മൃഗങ്ങളും ഞെട്ടിത്തെറിച്ചുപോയി. അല്ലയോ പുറത്തു നിന്ന് വന്ന ഷേർ, ഞാൻ ഈ കാട്ടിലെ രാജാവാണ്. പോ, പെട്ടെന്ന് ഇവിടെ നിന്ന് പോ, ഇല്ലെങ്കിൽ നിന്നെ കണ്ടം തുണ്ടമായി വെട്ടിക്കീറും. ഇത്രയും വലിയ മൃഗങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നിട്ടും ഒരു വിഡ്ഢി മുയൽ എൻ്റെ മുമ്പിൽ നിന്നിട്ട് എന്നോട് ഇവിടെ നിന്ന് പോകാൻ ആവശ്യപ്പെടുന്നു. കൊള്ളാം, ഇത് കണ്ടിട്ട് എനിക്ക് ചിരി വരുന്നുണ്ട്. എനിക്കും അങ്ങനെയാ തോന്നുന്നത്. ഗോൾഡി ഷെയർ ദൂരത്തുനിന്ന് വന്ന് നല്ല ഒരു ഇടി അവനങ്ങ് കൊടുത്തു. ആ ഇടിയിൽ മുയലങ്ങ് ദൂരെ പോയി തല കറങ്ങി വീണു. ഞാൻ നിന്നെ തീർത്ത് കളയും. അപ്പോഴേക്കും അവിടെ ഷേർ സിംഗ് വന്നെത്തി. അവിടെ കിടന്ന മുയലിനെ കണ്ട് നിലവിളിക്കുകയും ചെയ്തു. എന്റെ ദൈവമേ, ഇതാ മുയലല്ലേ? ഇവനാണ് എന്നെ ഗ്രീൻലാൻഡ് കാട്ടിൽ നിന്നും മർദ്ദിച്ചത്. അല്ല, അവൻ എൻ്റെ ഒരു ഇടിയിൽ തന്നെ ബോധം പോയി കിടക്കുക, കണ്ടില്ലേ? ഇങ്ങനെ തന്നെ ഞാനും വിചാരിച്ചത്. അവനൊന്നും സംഭവിച്ചിട്ടില്ല. അവൻ നാടകം കളിക്കുകയാണ്. അവൻ കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ എഴുന്നേറ്റ് വരും. പിന്നെ മന്ത്രവിദ്യ കൊണ്ട് നമ്മൾ 3 പേർക്കും നല്ല ചുട്ടടി തന്ന് ഇവിടെ നിന്ന് ഓടിക്കും. അതെ, അദ്ദേഹം പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ കാട്ടിൽ വലിയ വലിയ മൃഗങ്ങളുള്ളപ്പോൾ ഒരു മുയൽ എന്തുകൊണ്ടാണ് ഇത്രയും ധൈര്യത്തോടെ മുന്നോട്ട് വരുന്നത്? പറഞ്ഞത് ശരിയാ. ഒരു മുയലിന് ഇത്രയും ധൈര്യം എവിടെ നിന്ന് കിട്ടി? അപ്പോഴേക്കും മിങ്കു മുയൽ എണീറ്റു. എന്നിട്ട് ഈ ഷെയറിനെ വ്യത്യസ്ത രീതിയിൽ നോക്കാൻ തുടങ്ങി. ഞങ്ങൾ പോവാണ്, ഞങ്ങളൊന്നും ചെയ്യരുത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവര് 3 പേരും അവിടെ നിന്ന് പോയി. എന്നിട്ട് എല്ലാ മൃഗങ്ങളും മിങ്കു മുയലിന്റെ അടുത്ത് വന്നിട്ട് സന്തോഷത്തോടെ തുള്ളിച്ചാടാൻ തുടങ്ങി. മിങ്കുമുയലേ, ഇന്ന് നീ ഇല്ലായിരുന്നുവെങ്കിൽ ആ ഷേർ നമ്മുടെ കാട്ടിലെ രാജാവായി മാറുമായിരുന്നു. നിനക്ക് ഒരുപാട് നന്ദിയുണ്ട്. അല്ല, ഞാനൊരു മുയലല്ലേ, എനിക്ക് എങ്ങനെ ഒരു സിംഹത്തെ തോൽപ്പിക്കാനാകും? നിങ്ങൾ ശരിക്കും മുയലാണെന്നുള്ള കാര്യം മറന്നുപോയി ഷെയർ ആണെന്നുള്ള അഹംഭാവത്തിൽ അവിടെ നിന്നു. പക്ഷെ അത് കാരണം അവരെല്ലാം ഇവിടുന്ന് ഓടിപ്പോയി. എന്ത്? അങ്ങനെ നടന്നത്? അങ്ങനെ മിങ്കു മുയലും എല്ലാ മൃഗങ്ങളുടെ കൂടെ പൊട്ടി പൊട്ടി ചിരിക്കാൻ തുടങ്ങി. അങ്ങനെ കാട്ടിലെ അന്തരീക്ഷം സന്തോഷത്തോടെ നിറഞ്ഞു. അയ്യോ, നിനക്കെന്താ ഈ പറ്റിയത്? നിന്റെ ദേഹം മുഴുവൻ കല്ലായി മാറിയിട്ടുണ്ടല്ലോ. സുഹൃത്തെ, നീ വിചാരിച്ചാൽ ഞാൻ രക്ഷപ്പെടും. ദയവായി എന്നെ ഒന്ന് രക്ഷിക്കണം. ഗ്രീൻലാൻഡ് കാട്ടിനുള്ളിൽ എല്ലാ മൃഗങ്ങളും വളരെ സന്തോഷമായി ജീവിക്കുകയായിരുന്നു. ചിങ്കി മുയൽ ഒരു കുട്ടിയെ പ്രസവിക്കുന്നു. എന്നിട്ട് അതിന് മിങ്കു എന്ന് പേരിടുന്നു. മിങ്കു വളർന്ന് വലിയ കുട്ടിയായി. അതിനു കൂടെ തന്നെ അവന്റെ കുറുമ്പും മോശമായ സ്വഭാവവും കൂടിക്കൊണ്ടിരുന്നു.
ഒരു ദിവസം നദിയുടെ അടുത്ത് രണ്ടണ്ണാൻ ക്യാരറ്റ് തിന്നോണ്ടിരിക്കുകയായിരുന്നു. ആ ക്യാരറ്റ് കണ്ട മിങ്കുന്റെ വായിന്ന് വെള്ളം വരാൻ തുടങ്ങി. അതെ, നിങ്ങൾ രണ്ടുപേരും എന്തിനാ കൂടെ കൂടെ ക്യാരറ്റ് തിന്നുന്നത്? നിങ്ങൾക്കറിയില്ലേ ഇത് മുയലുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണെന്ന്? ഞങ്ങൾ എപ്പോഴാ വേണ്ടെന്ന് പറഞ്ഞ് പോയി നിന്റെ ക്യാരറ്റിനെ നോക്ക്, തേടി കഴിക്ക്, ഞങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യാതെ. ഇത് കഴിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് വേണേ വേറെ പോയി തേട്, ഇത് എന്റെ ഭക്ഷണമാണ്. അത് കൂവി പറഞ്ഞപ്പോ രണ്ടെണ്ണാനും പേടിച്ചു പോയി. ആഹാ, ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കുന്നോ? നിന്നെ ഇപ്പൊ കാണിച്ചു തരാം. മോണ്ടു അതിനെ അടിക്കാനായി പോയി. മിങ്കു അവിടുന്ന് പെട്ടെന്ന് ഓടാൻ തുടങ്ങി. അത് എപ്പോഴാ കാട്ടിന്റെ വെളിയിലുള്ള മൈതാനത്തെ ചെന്നെന്ന് പോലും അവൻ അറിഞ്ഞില്ല. അതിന്റെ മുന്നിൽ ഒരു കിണറുണ്ടായിരുന്നു. അതിന്റെ അടുത്ത് ഒരു പൂച്ച ഇരുന്ന് കരയുകയായിരുന്നു. ഈ പൂച്ച എന്തിനാ ഇങ്ങനെ ഇരുന്ന് കരയുന്നേ? അങ്ങനെ പറഞ്ഞിട്ട് അത് അതിന്റെ അടുത്തേക്ക് ചെന്നു. ആ പൂച്ചയുടെ ശരീരം മൊത്തവും കല്ലായി മാറുകയായിരുന്നു. അയ്യോ, നിനക്കെന്താ ഈ പറ്റിയത്? നിന്റെ ദേഹം മുഴുവൻ കല്ലായി മാറിയിട്ടുണ്ടല്ലോ. സുഹൃത്തെ, നീ വിചാരിച്ചാൽ ഞാൻ രക്ഷപ്പെടും. ദയവായി എന്നെ ഒന്ന് രക്ഷിക്കണം. അതെ, നീ ആദ്യം കാര്യം പറ. നീ എങ്ങനെ ഈ കല്ലായി മാറിയത്? ഈ കിണറ്റിലേക്ക് എന്തെങ്കിലും നമ്മൾ എടുത്തെറിഞ്ഞിട്ട് കിണറിന്റെ മുന്നിൽ പോയി നിന്ന് കിണറെ കിണറെ നിന്റെ മന്ത്രം കാണിക്കെന്ന് പറഞ്ഞാൽ നമ്മൾ എറിയുന്ന വസ്തു കല്ലായി മാറിയിടും. എന്റെ കൂട്ടുകാരൻ എന്നെ ഇവിടെ പറ്റിക്കാൻ കൊണ്ടുവന്നതാ. ഞാൻ കല്ലായി മാറിയപ്പോ അവൻ പോയി. ദയവ് ഇതെന്നെ രക്ഷിക്കണം. ആ, അത് കൊള്ളാമല്ലോ. ഇത് വെച്ച് നമുക്ക് എന്ത് വേണേ ചെയ്യാം. എന്താ ചെയ്യാന്ന് നോക്കിക്കോ. മിങ്കുവിന് ഒരു ബുദ്ധി തോന്നും. അത് വീണ്ടും അതിന്റെ കാട്ടിലേക്ക് ചെല്ലും. അവിടെ മോട്ടു കുരങ്ങിന്റെ അടുത്ത് നിന്ന് കുറച്ച് മൃഗങ്ങൾ സംസാരിക്കുകയായിരുന്നു. അപ്പോ പെട്ടെന്ന് മിങ്കു മോട്ടു കുരങ്ങിന്റെ അടുത്ത് പോയിട്ട് വാലിന്ന് രോമം പറിച്ചെടുക്കും. നീ എന്തൊക്കെയാ കാണിക്കുന്നേ? ഏയ്, ഒന്നുമില്ല, ഞാൻ പോട്ടെ. അങ്ങനെ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഓടിപ്പോയി. അപ്പോ അവൻ ആ കിണറിന്റെ അടുത്ത് പോയി അതിന്റെ മേളിൽ നിന്നിട്ട് അവന്റെ അടുത്തുള്ള കുരങ്ങിന്റെ മുടിയെ അതിന്റെ അകത്തേക്ക് ഇടും. എന്നിട്ട് വീണ്ടും അവിടെ നിന്ന് തിരിച്ചു പോകും. എടാ മോട്ടു, എപ്പോ നോക്കിയാലും നീ എന്നെ ഉപദ്രവിക്കല്ലേ? എന്നോട് ക്ഷമ ചോദിക്ക, ഇല്ലെങ്കിലുണ്ടല്ലോ നിന്നെ ഞാൻ കാണിച്ചു തരാം. ഓ, അങ്ങനെയോ? നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? വിശ്വാസം വരുന്നില്ലേ? എങ്കിൽ കണ്ടോ, കിണറേ കിണറേ നിന്റെ മന്ത്രം കാണിക്ക. അങ്ങനെ പറഞ്ഞത് തന്നെ ആ കുരങ്ങിന്റെ ശരീരം മൊത്തം കല്ലായി മാറി. അത് കണ്ട് എല്ലാ മൃഗങ്ങളും പേടിച്ച് അവിടുന്ന് പെട്ടെന്ന് ഓടാൻ തുടങ്ങി. അതേ സമയത്ത് ചിങ്കി അവിടെ എത്തും. അപ്പോ മിങ്കു അവന്റെ അമ്മയുടെ അടുത്ത് എല്ലാ വിഷയവും പറഞ്ഞു. മോനെ, നീ ചെയ്യണത് ശരിയല്ല. മിങ്കു അവന്റെ അമ്മ പറയണതും കേൾക്കത്തില്ല. വീണ്ടും കൂടുതലായി ചെയ്യാൻ തുടങ്ങും. മെല്ലെ മെല്ലെയായി ആ മിങ്കു ആനയെ, കരടിയെ, വേറെയും കുറെ വലിയ ജന്തുക്കളെ അത് കല്ലായി മാറ്റും. കാട്ടില് അവന്റെ രാജ്യം നടക്കുകയായിരുന്നു. എല്ലാ ജന്തുക്കളും അവ എന്ത് പറഞ്ഞാലും അത് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം രാജാവിന് കൊടുക്കുന്ന മര്യാദ അവനും കൊടുക്കാൻ തുടങ്ങി. കുറച്ചു നാൾക്ക് ശേഷം ഷേർഖാൻ കാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോ വലിയ വലിയ മൃഗങ്ങളെല്ലാം കല്ലായി മാറിയത് അദ്ദേഹം കണ്ടു. ഇത് കണ്ടതും അദ്ദേഹം ഞെട്ടിപ്പോയി. ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു? കല്ലായി മാറിയ എല്ലാ മൃഗങ്ങളും മിങ്കുവിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞു. അത് കേട്ട ഉടനെ രാജാവ് ഒരുപാട് ദേഷ്യപ്പെടും. മിങ്കുവിന്റെ വീട്ടിലേക്ക് പോകും. അവിടെയാണെങ്കിൽ മിങ്കു അവന്റെ അമ്മയുടെ കൂടെ ഇരിക്കുകയാണ്. മിങ്കു മുയലേ, അവിടെ നിന്ന് നീ അനങ്ങരുത്. അത് കണ്ടതും ഷേർഖാൻ പെട്ടെന്ന് ഓടി വന്നു. അത് പെട്ടെന്ന് പോയി ഒളിക്കും. ഷേർഖാനും അതിന്റെ പിന്നാലെ തന്നെ ഓടിച്ചെല്ലും. മറ്റൊരു വശത്തുനിന്ന് മിങ്കു വെളിയിലേക്ക് വരും. പക്ഷെ ഷേർഖാൻ അതിന്റെ ഉള്ളിൽ നിന്ന് വെളിയിലേക്ക് വന്നേയില്ല. അപ്പോ അദ്ദേഹത്തിന്റെ മുടി അവിടെ കുടുങ്ങും. അത് കണ്ടതും മിങ്കു ഒരുപാട് സന്തോഷിക്കും. എന്നെ പിടിക്കാൻ വന്നിരിക്കുന്നു. നിന്നെ ഞാൻ ഇപ്പോൾ തന്നെ കല്ല് രൂപത്തിലാക്കും. അങ്ങനെ പറഞ്ഞിട്ട് അത് കിണറിന്റെ അടുത്തേക്ക് ഓടിപ്പോകും. അവന്റെ അമ്മയും അവന്റെ പിന്നാലെ തന്നെ പോകും. അവൻ ആ കിണറ്റിന്റെ മേളിൽ കയറി നിന്ന്
അവൻ ആ മുടീനെ അതിന്റെ ഉള്ളിലേക്ക് എറിയാമെന്ന് നോക്കുന്നു. അപ്പൊ ചിങ്കി അവിടെ വന്ന് അവനോട് ഇങ്ങനെ പറയുന്നു, അങ്ങനെ ചെയ്യാതെ മിങ്കു, അങ്ങനെ ചെയ്യണ ശരിയല്ല. ഇല്ലമ്മേ, എന്റെ ശക്തി എന്താണെന്ന് ഞാൻ സിംഹത്തിന് കാണിച്ചു കൊടുക്കാം. അങ്ങനെ പറഞ്ഞിട്ട് ഷേർഖാന്റെ മുടിയെ പിടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ആ മുടി കിണറ്റിന്റെ ഉള്ളിലേക്ക് വീണു. എല്ലാ മൃഗങ്ങളും ഒരേ സ്ഥലത്ത് ചേർന്ന് നിൽക്കുകയായിരുന്നു. ഷേർഖാൻ ദേഷ്യത്തിലായിരുന്നു. എല്ലാ മൃഗങ്ങളും മിങ്കു പെട്ടെന്ന് ഓടി വരുന്നത് കണ്ടു. അതിന്റെ പിന്നാലെ അവന്റെ അമ്മയും ഓടി വരികയായിരുന്നു. മിങ്കു, അവസാനമായി ഞാൻ ഒരു അവസരം കൂടി തരാം. എല്ലാവരെയും നീ പഴയ പോലെ ആക്ക, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കൊന്നുകളയും. ഇല്ല സിംഹരാജ, നിന്നെ ഞാൻ ഇപ്പോൾ തന്നെ കല്ലിന്റെ രൂപത്തിലാക്കും. ഷേർഖാൻ അതിനെ ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു. കിണറെ കിണറെ, നിന്റെ മന്ത്രം കാണിക്ക്. അതങ്ങനെ പറഞ്ഞതും ഷേർഖാനും കല്ലായി മാറി. മിങ്കു, നീ ഇതെന്തായി ചെയ്തേ? നിങ്ങളെല്ലാവരും എന്നെ രാജാവാക്കുന്നതിന് തയ്യാറായിക്കോ? ആ, അപ്പൊ അവൻ നോക്കുമ്പോ അവന്റെ അമ്മയും കല്ലായി മാറി. അയ്യോ അമ്മേ, ഇതെന്തു പറ്റി? ഇതെങ്ങനെ? ഞാൻ നിന്റെ കയ്യിന്ന് ഷേർഖാന്റെ മുടി പിടിക്കാൻ ശ്രമിക്കുമ്പോ അറിയാതെ എന്റെ മുടിയും നിന്റെ കയ്യിൽ വന്നെന്നാ തോന്നണേ. എന്നോട് ക്ഷമിക്കൂ അമ്മേ, ഞാൻ എല്ലാം ശരിയാക്കാം. ഞാൻ ഇങ്ങനെ തന്നെ ഇരുന്നോളാടാ. ഞാൻ നിന്നെ പോലെ ഒരു കുട്ടിയെ പ്രസവിച്ചേന് തീർച്ചയായിട്ടും എനിക്ക് ഇങ്ങനത്തെ ശിക്ഷ വേണം. നീ എന്നെ ദയവ് ചെയ്ത് വിട്ടേര്. അത് കേട്ടതും അവൻ അവന്റെ തെറ്റ് മനസ്സിലാകാൻ തുടങ്ങി. അമ്മേ, എല്ലാവരെയും ഞാൻ രക്ഷിച്ചോളാം. ഇല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെയും കല്ലായി മാറ്റിക്കോളാം. എന്നിട്ട് മിങ്കു പെട്ടെന്ന് ആ കിണറ്റിന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലും. അവിടെ ആ പൂച്ചയെ കണ്ടതും അതിനോട് ക്ഷമ ചോദിച്ച് അതിന്റെ അടുത്ത് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു അവൻ. നീ ഒന്ന് പറഞ്ഞതാ, നിന്നെയും ബാക്കിയുള്ളവരെയെല്ലാം ഞാൻ എങ്ങനെയാ രക്ഷിക്കുക എന്ന്. എന്റെ കൂട്ടുകാരൻ എന്നെ ഇവിടെ കൊണ്ടുവന്ന് കല്ലാക്കി മാറ്റിയപ്പോ അവൻ പറഞ്ഞു, അവിടെ കാണുന്ന ആ മലയുടെ പുറകിൽ ഇതുപോലെ മറ്റൊരു കിണറുണ്ട്. ആരൊക്കെ ഇപ്പൊ കല്ലായി മാറിയിട്ടുണ്ടെങ്കിലും അവരെന്തെങ്കിലും എടുത്തോണ്ട് പോയി ആ കിണറ്റിലേക്ക് എറിഞ്ഞിട്ട് ആ കിണറിന്റെ മുന്നിൽ പോയി നിന്ന് അതേ മന്ത്രം തന്നെ പറയണം. അങ്ങനെ ചെയ്താൽ അവര് രക്ഷപ്പെടും. ശരി, നീ വിഷമിക്കണ്ട, ഞാൻ എല്ലാവരും ഇപ്പൊ തന്നെ രക്ഷിക്കാം. അങ്ങനെ പറഞ്ഞിട്ട് ആ പൂച്ചയുടെ ഒരു മുടിയെടുത്തു. അതിനുശേഷം കാട്ടിലേക്ക് പോയി കാട്ടിൽ കല്ലായി മാറിയ എല്ലാ മൃഗങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഓരോ മുടി എടുത്തിട്ട് അത് അവിടെയുള്ള മറ്റൊരു മായ കിണറിന്റെ അടുത്ത് ചെല്ലും. അപ്പൊ ഒരേ സമയത്ത് എല്ലാ മൃഗങ്ങളുടെ മുടിയെ അത് കിണറ്റിന്റെ അകത്തിടും. എന്നിട്ട് അത് പൂച്ചയുടെ അടുത്ത് വരും. കിണറെ കിണറെ, നിന്റെ മന്ത്രം കാണിക്ക്. അങ്ങനെ പറഞ്ഞ ഉടനെ പൂച്ച ശരിയാകും. അയ്യോ ഈശ്വര, ഞാൻ രക്ഷപ്പെട്ടല്ലോ. നിനക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ശരി, ഞാൻ എന്റെ കാട്ടിലേക്ക് പോവാ. എന്നിട്ട് അത് കാട്ടിപ്പോയി എല്ലാ മൃഗങ്ങളുടെ മുമ്പിൽ നിന്ന് കിണറെ കിണറെ, നിന്റെ മന്ത്രം കാണിക്ക്. അങ്ങനെ പറഞ്ഞ ഉടനെ രാമുവാന, ഷേർഖാൻ, കരടി എല്ലാരും ശരിയാകും. നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇനി ഒരിക്കലും ഈ തെറ്റ് ആവർത്തിക്കില്ല. അത് കേട്ട എല്ലാ മൃഗങ്ങളും ഒരുപാട് സന്തോഷിക്കും. അപ്പോ ചിങ്കിനെ അവൻ കെട്ടിപ്പിടിക്കും. അന്ന് തൊട്ട് മിങ്കുൻ അവന്റെ തെറ്റ് മനസ്സിലായി നന്നായി ഇരിക്കാൻ തുടങ്ങും. എന്നിട്ട് എല്ലാ മൃഗങ്ങളും സന്തോഷമായിരിക്കും.